ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഓണർ എന്നൊരു ടാഗ് ലൈൻ ആര്യനല്ല ബിഗ് ബോസ് ഈ ഒരു ടാസ്കിന് അത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്, അതിനോട് സമാനമായ ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് ആദിലേക്കാണ്. അതിനോട് അടുത്ത് വരുന്നൊരു ടാഗ് ലൈൻ എങ്കിലും കൊടുത്തിരിക്കുന്നത് ആദിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓണറിന്റെ മകൾ എന്നൊരു ടാഗ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദില ആര്യൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റിഫൈഡ് ആണ്. ഓണർ ആയതുകൊണ്ട്, ഓണറിന്റെ മോൾ ആയതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിയൊക്കെ ഇല്ലേന്നെ. ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡിന്റെ അകത്ത് ഉപ്പ് കോരിയിടുക, ഉപ്പ് കോരിയിട്ടിരിക്കുകയാണെന്നാണ് ഒനിയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ടീയുടെ പാക്കറ്റ് ഫുൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള വികൃതികളാണ് ആര്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കുറെ തവണ ആയപ്പോഴത്തേക്ക് ഒനിയിലിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒനിയിൽ ലൈവിന്റെ അത് ഫുൾ ഫയറിംഗ് ആണ്. ആര്യനെ നിർത്തി അങ്ങ് ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ്. കിച്ചണിൽ കുറെ പേര് നിപ്പുണ്ട് കേട്ടോ. എന്നിട്ടും ഒന്നും നോക്കാതെ ഒനിയിൽ നിർത്തി അങ്ങ് അപമാനിക്കുന്നുണ്ട് ആര്യനെ. ആര്യനൊന്നും പറയാനില്ല. നീ വെളിയിലായിരുന്നു എന്റെ ചെള്ള അടിച്ച് പൊട്ടിച്ചേരെന്നാണ് പറയുന്നത് ആര്യന്റെ അടുത്ത്. ഒനിയിലിന്റെ ആ ഒരു സ്ലാങ് അറിയാമല്ലോ, പക്കാ ഫോർട്ട് വെച്ച് സ്ലാങ്ങിൽ നിർത്തി അങ്ങ് പൊരിക്കുകയാണ് ആര്യനെ. ആര്യൻ പേടിച്ചെനിക്ക് വിറച്ചിട്ടുണ്ടാവും തോന്നുന്നു. കാരണം അമ്മാതിരി ഡയലോഗ് അടിയും അമ്മാതിരി വഴക്കുമാണ് ഒനിയിലിന്റെ. ഒനിയിലിനെ ഇങ്ങനെ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഫയർ ചെയ്യുന്നുണ്ട്, അത്രയ്ക്ക് വഴക്കുണ്ടാക്കുന്നുണ്ട് ആര്യനെ. ബേസിക്കലി പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിച്ചണില് ഒനിയിൽ കൈയടക്കി വെച്ചിരിക്കുന്ന കിച്ചണിന്റെ അകത്ത് പോയി ഇങ്ങനെയുള്ള കന്നന്തിരിവുകൾ കാണിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. ഒനിയിലും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ലൈവിനകത്ത് കാണുന്നത്. അല്ലേ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയോണേ, ഗസ്റ്റിനായിട്ട് അവർ ഉണ്ടാക്കിയ ഫുഡാണ്. അതിനകത്ത് പോയി ഉപ്പ് കോരിയിട്ടിട്ട് ആര്യൻ അവിടെ നിന്നിട്ട്, റിയാസ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ റിയാസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഷെഫ്, റിയാസ് ബ്രോയുടെ പനീർ ചീത്തയാക്കിയതിന് സോറി, അത് നന്നായിട്ട് ഉണ്ടാക്കിയില്ല, സോറി എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോളജൈസ് ചെയ്യുവാണ്. എന്ത് ഉളത്തരമാണെന്ന് ഓർത്തോണേ. ഉളത്തരം എന്ന് തന്നെ ഞാൻ പറയും. അത് ഒനിയിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഉളത്തരമാണെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്നുണ്ട് ശുദ്ധ തെണ്ടിത്തരമാണ് കാണിച്ചതെന്ന് പറയുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അതിനകത്ത് പോയി ഉപ്പ് കോരിയിടുന്ന പരിപാടി, അത് ഏത് രീതിയിലാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളാണ് ആര്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒനിയിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 16 പേർക്കുള്ള ഈ ഫുഡിന്റെ അകത്ത് നീ ഉപ്പ് കോരിയിട്, അപ്പൊ അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആര്യന് അവിടെ ഉപ്പ് കോരിയിടേണ്ട ആവശ്യമില്ല. കാരണം ഇത് കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ ഉപ്പ് കോരിയിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാരും കൂടെ ആര്യന്റെ മണ്ടയ്ക്ക് കയറും. ജിസയിൽ ഒഴികെയുള്ള എല്ലാരും ആര്യന്റെ മണ്ടയ്ക്ക് കയറും. അപ്പൊ ആര്യൻ അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഈ ഒരു പ്രശ്നം തീർന്നു. എന്തായാലും ലൈവിനകത്ത് ഇവർ തമ്മിൽ നല്ല വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒനിയിലും ആര്യനും തമ്മിൽ. ഇങ്ങനൊരു വഴക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം. ഇതിനിടയ്ക്ക് ഒനിയില് ആര്യന്റേതായ എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രെഡോ അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അത് എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.